കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. അതെല്ലാം ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ പൊതുവിൽ ഈ നിബന്ധനകളെല്ലാം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ തുക തരില്ല എന്ന് നമുക്കറിയാം. നിബന്ധനകളുടെ സ്ട്രിഞ്ചൻസിയുടെ ഉദാഹരണമാണല്ലോ ചൂരൽമലയിൽ ഇപ്പോൾ മാർച്ച് 31-നകം ചെലവാക്കണമെന്നുള്ളത്. ഇതുപോലെയൊക്കെയുള്ള നിബന്ധനകൾ ഉൾപ്പെടെയാണുള്ളത്. അപ്പോൾ നിബന്ധനകൾ പലതും പറയാറുണ്ട്. നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്രം അടുത്ത ആ ഗഡുവായിട്ടുള്ള പണം തരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ പാലിച്ച് തന്നെയാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ചില മാറ്റങ്ങൾ പ്രായോഗികമായുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ നിയമവും നിർദ്ദേശവും അനുസരിച്ച് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു. ചോദ്യം നമ്പർ 335 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, 2023-24 വർഷത്തെ നബാർഡ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ഗ്രേഡ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ ടേബിൾ ചെയ്യുന്ന ചോദ്യം ചോദിക്കായിരുന്നു. താങ്ക് യു. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, കേരള ബാങ്കിനെ നബാർഡ് ഗ്രേഡിംഗ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തി. അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. വ്യക്തിഗത വായ്പകൾ 25 ലക്ഷം രൂപ വരെയായിരുന്നു 40 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം ബാങ്കിന്റെ ഇമേജും വർദ്ധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് കേരള ബാങ്ക് നൽകിയ ആനുകൂല്യങ്ങൾ എന്തെന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, 207 പേർക്കായി 385.87 ലക്ഷം രൂപ എഴുതി തള്ളിയിരിക്കുന്നു. ഇതുകൂടാതെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പേഴ്സണൽ വായ്പ 2 ലക്ഷം രൂപ വെച്ച് നൽകി തുടങ്ങിയിരിക്കുന്നു. ശ്രീ കെ യു ജനീഷ് കുമാർ. സർ, ബാങ്കിംഗ് രംഗത്ത് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂതന പദ്ധതികൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. ഇപ്പോൾ പ്രധാനമായി MSC വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി 177 ബാങ്കുകൾക്ക് MSC പദ്ധതിയായിട്ട് വായ്പകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇനിയും ഉണ്ടാവും. ശ്രീ കെ പ്രേംകുമാർ. സർ, പാക്സുകളെ വിവിധോദ്ദേശ സംഘങ്ങളാക്കുക, FPOകൾ രൂപീകരിച്ച് കാർഷിക ഉൽപാദന വർധനവ് പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ കേരള ബാങ്ക് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. ഇപ്പോൾ 100 FPO രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൽ 36 എണ്ണം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ബാക്കിയുള്ള രൂപീകരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. ശ്രീമതി ദലീമ. സർ, സംസ്ഥാനത്തെ ദുർബലാവസ്ഥയിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കായി കേരള ബാങ്ക് പ്രത്യേക പുനരുദ്ധാരണ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശദമാക്കാം. ഇപ്പോൾ തയ്യാറാക്കി നബാർഡിന്റെ ഒരു സഹായത്തിന് വേണ്ടി 24-ാം തീയതി നബാർഡ് ചെയർമാൻ അപ്പോയിന്റ്മെന്റ് തന്നിരിക്കുകയാണ്. അത് ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് വരികയാണ്. ശ്രീ സണ്ണി ജോസഫ്. സാർ, ചെറുകിട ഭൂവുടമകളുടെ വീടും പറമ്പും ജപ്തി ചെയ്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനെ സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? ഇപ്പോഴും പല ബാങ്കുകളും ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അതിനെ തടയാൻ എന്ത് നടപടിയാണ് കാർഷിക കടാശ്വാസം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ 3 സെന്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകും. അതേസമയം സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള VR ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവരെ അതിന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറെ കൂടി ശ്രമങ്ങൾ വേണ്ടിവരും. കോടതി നടപടികളാണ്. ചോദ്യം നമ്പർ 336 ശ്രീ KM സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട